ശ്രീ അനിൽകുമാർ താങ്കൾ നേരത്തെ കൈ ഉയർത്തിയിരുന്നു, അതടക്കം ഇതിനൊരു മറുപടി. അതായത് ബീഹാറിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ പഞ്ചായത്ത് തലത്തിൽ, തദ്ദേശ സ്വയംഭരണ തലത്തിൽ ഉള്ളതിനെ സംബന്ധിച്ചാണ് അദ്ദേഹം മറുപടിയായി പറയുന്നത്. ഒന്ന്, ഈ ജഗദീപ് ധൻഖർ രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാനായിരിക്കെ അദ്ദേഹം രാജിവെച്ച ദിവസം ഒരു യോഗം ചേർന്നായിരുന്നു, രാജ്യസഭയിലെ കക്ഷി നേതാക്കളുടെ യോഗം. കക്ഷി നേതാക്കളുടെ യോഗം BJP ബഹിഷ്കരിച്ചു. BJPയുടെ മന്ത്രിമാർ അതിൽ പങ്കെടുത്തില്ല. അതിൻ്റെ കാരണം വ്യക്തമാക്കാൻ ബഹുമാനപ്പെട്ട കൃഷ്ണദാസ് സാറിനോട് ഞാൻ അപേക്ഷിക്കുന്നു. എന്തുകൊണ്ട് അവർ യോഗത്തിന് പോയില്ല? അങ്ങനെ ജഗദീപ് ധൻഖറെ BJP ബഹിഷ്കരിക്കാനുള്ള കാരണം എന്താണ് എന്നാണ് ചോദ്യം. ഇത് ജഗദീപ് ധൻഖർക്ക് വേണ്ടി ചോദിക്കുന്ന ചോദ്യം. ജഗദീപ് ധൻഖർ എടുത്ത നടപടികളോ ഒരു ബഹിഷ്കരണവും നടന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ അടുത്ത് തെറ്റായ വിവരമാണ്. അല്ല, മന്ത്രിമാർ പോയോ? മന്ത്രിമാർ പോയിരുന്നു. ആദ്യത്തെ യോഗം കഴിഞ്ഞു. രണ്ടാമത് അതിനുശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് വീണ്ടും ഒരു യോഗം കൂടി ചേർന്നു. ആ യോഗത്തിൽ ആദ്യത്തെ യോഗത്തിൽ പങ്കെടുത്തവർക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അവർ മറ്റൊരു മീറ്റിംഗ് ആ സമയത്ത് നിശ്ചയിച്ചിരുന്നു. അത് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള വിഷയമാണ്. പങ്കെടുക്കാതിരിക്കുക എന്നുള്ളതല്ല. ആദ്യത്തെ മീറ്റിംഗിൽ പങ്കെടുത്തു. രണ്ടാമത് പെട്ടെന്ന് ഒരു വിഷയം ചർച്ച ചെയ്യാൻ മീറ്റിംഗ് വിളിച്ചപ്പോൾ അതിൽ ആദ്യത്തെ മീറ്റിംഗിൽ പങ്കെടുത്തവർക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള വിഷയമാണ്. തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളെ ധരിപ്പിക്കുന്ന. ശ്രീ അനിൽകുമാർ തുടരാം, താങ്കൾക്ക് തുടരാം. ശ്രീ അനിൽകുമാർ. അല്ല, അപ്പോൾ ഒരു കാര്യം, ഒരു രാജ്യസഭാ അധ്യക്ഷൻ ഒരു വിഷയം ചർച്ച ചെയ്യാൻ യോഗം വിളിക്കുന്നു. തങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റുകയില്ലെങ്കിൽ രണ്ട് തരത്തിൽ ചെയ്യാം. പങ്കെടുക്കാവുന്ന വേറെ ആളെ അയക്കാം, ഇല്ലെങ്കിൽ ആ യോഗ സമയം മാറ്റാൻ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയല്ലേ രാജ്യസഭയിൽ. ഒരു കൃത്യതയില്ല. അപ്പൊ അതവിടെ ഇരിക്കട്ടെ. ഇല്ലല്ല, കേന്ദ്രമന്ത്രിമാർ പങ്കെടുക്കാത്തതും അദ്ദേഹം വിളിച്ച യോഗത്തെ ബഹിഷ്കരിച്ചതും ഒക്കെ നിർണായകമായ വാർത്തകളാണ്. താങ്കൾ അതിനെ വളച്ചൊടിക്കുകയാണ്. CP കൃഷ്ണദാസ്. ശ്രീ കെ അനിൽകുമാർ തുടരാം. താങ്കൾക്ക് നിങ്ങളിപ്പോ ധൻഖറിനെ മാറ്റിയിട്ട് ചിലപ്പോൾ വേറൊരാളെ അവിടെ കൊണ്ടുവന്നിരിക്കും. മോഹൻ ഭഗവതിനെ അവിടെ കൊണ്ടുവന്നിരിക്കും. ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാനെ മാറ്റിയിട്ട് ആർലേക്കറെ കൊണ്ടുവന്നില്ലേ? നിങ്ങളുടെ കൂട്ടത്തിലുള്ള ചോയ്സിനെ കൊണ്ടിരുന്നതിൽ ഞങ്ങൾക്ക് ഞങ്ങൾ ഉന്നയിക്കുന്ന ഞാൻ പറയട്ടെ സാർ, താങ്കൾ സംസാരിച്ചപ്പോൾ ആരും ഇടപെട്ടില്ല, അദ്ദേഹം ഇടപെട്ടില്ല. പിന്നെന്താണ് ജനാധിപത്യ മര്യാദ ഇല്ലാത്തത്? ശ്രീ പി കൃഷ്ണദാസ്, ദയവായി തുടരൂ. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്നേ, പ്രതിപക്ഷ നേതാവുമായിരുന്നു. അതിനകത്തൊന്നും ഒരു സംശയമില്ല. വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത്. ശ്രീ കെ അനിൽകുമാർ, താങ്കൾക്ക് തുടരാം. അല്ല, അനിയത്തിയെ കാണിച്ചിട്ട് ചേട്ടത്തിയെ കെട്ടിച്ചത് BJP അല്ലേ? അദ്വാനിയെ കാണിച്ചിട്ടല്ലേ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാക്കിയത്? നിങ്ങൾ മനസ്സിലാക്ക്. ഞാൻ പറയട്ടെന്ന്, ഞങ്ങൾ പറയട്ടെ. ഞങ്ങളുടെ പാർട്ടിയുടെ സിസ്റ്റം അനുസരിച്ച് ഒരു പാർലമെന്ററി രംഗത്ത് നയിക്കാൻ പാർട്ടി നേതാക്കന്മാരെ തീരുമാനിക്കും. പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുണ്ടാവും, പാർട്ടിയുടെ അംഗങ്ങളുണ്ടാവും. സാധാരണഗതിയിൽ അത്ര പറയാം. ശ്രീ കൃഷ്ണദാസ്, അദ്ദേഹം ഇടപെടാതെ അദ്ദേഹത്തിന് കംപ്ലീറ്റ് ചെയ്യാൻ അവസരം കൊടുക്കൂ പ്ലീസ്. അതാണ് അദ്വാനിയെ കാണിച്ചിട്ട് വെറുക്കപ്പെട്ട മോദിയെ സ്ഥാനാർത്ഥിയാക്കി ജയിപ്പിച്ച കാര്യമൊക്കെ നമുക്കറിയാം. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറയട്ടെ. അതെ, ഗൗരിയമ്മയെ കാണിച്ചിട്ടില്ല. അതൊക്കെ നിങ്ങൾ പറയണ്ട. അതൊക്കെ കഴിഞ്ഞതാണ്. വെറുതെ സമയം കളയാനുള്ള തന്ത്രമാണ് അദ്ദേഹത്തിന്റെ. കേന്ദ്ര കമ്മിറ്റിയിലും ആരൊക്കെ ആയിരുന്നു, CPM-ന്റെ കമ്മിറ്റികളിൽ ആരൊക്കെ ആയിരുന്നുള്ളത് അത് പരിശോധിച്ചാൽ മനസ്സിലാവും. ഞാൻ അതിനെ ഉത്തരം പറയുള്ളൂ. വ്യക്തിപരമായിട്ട് ഉത്തരം പറയാൻ ഞങ്ങൾ തയ്യാറല്ല. ഇനി ഇവിടെ ഒരു തെറ്റായ കാര്യം പറഞ്ഞു. എന്താണ് നമ്മുടെ കോടതി വിധി, കേശവാനന്ദ ഭാരത് കേസിലെ വിധി? പ്രിയാമ്പിൾ മാറ്റാൻ പാടില്ലെന്നാണോ? അല്ല, പ്രിയാമ്പിൾ എന്നുള്ള ക്വസ്റ്റ്യൻ അല്ല ഉള്ളത്. ബേസിക് സ്ട്രക്ചർ മാറ്റാൻ പറ്റുമോ? പ്രിയാമ്പിൾ എന്നുള്ളത് ഭരണഘടനയുടെ ഭാഗമാണോ ചോദ്യം. എന്താണ് കോടതി വിധിച്ചത്? ഞാൻ പറയട്ടെ പറയട്ടെ, താങ്കൾ പറഞ്ഞല്ലോ, അദ്ദേഹം പറയട്ടെ. ഇതെന്താ സാറേ, ചർച്ചയിൽ ഇടപെടരുത്. പറയൂ. പ്രിയാമ്പിൾ അല്ല ബേസിക് സ്ട്രക്ചർ.
ഭരണഘടനയുടെ മൂലതത്വം പ്രിയാമ്പിളല്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഭരണഘടനയുടെ മൂലതത്വം എന്ന് പറഞ്ഞാൽ ഭരണഘടനാ ദർശനം എന്ന് പറയും, ഭരണഘടനാ ധാർമ്മികത എന്ന് പറയും. ആ ധാർമ്മികത എവിടുന്ന് വന്നു? അത് അശോക ചക്രം തൊട്ടിങ്ങോട്ട് നോക്കാം. അശോകധമ, അശോകൻ്റെ ധമ, ധർമ്മമല്ല ധമ. നമുക്കത് വേറെ പറയാം, അത് വേറെ നേരെ എടുക്കും. അതുകൊണ്ട് ആ ബേസിക് സ്ട്രക്ചറൊക്കെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ പിന്നെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഡോക്യുമെൻറ്റ്സ് വായിച്ചാൽ അറിയാം. അതൊന്നും BJP നേതാക്കന്മാർക്ക് ഞാൻ ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. മൊത്തം കത്തിക്കാൻ നടക്കുന്നവർക്ക് എന്ത് ക്ലാസ്? അതുകൊണ്ട് പറയാൻ ഒറ്റ കാര്യമുള്ളൂ. ബേസിക് സ്ട്രക്ചറിൽ സോഷ്യലിസം ഉണ്ട്, ബേസിക് സ്ട്രക്ചറിൽ സെക്യുലറിസം ഉണ്ട്. അത് അടിച്ചു പൊളിച്ച് മനുസ്മൃതി കൊണ്ടുവരണമെന്നാണ് നിങ്ങളുടെ വാദം. നടക്കൂല, ഇതാണ് തർക്കം. ധൻഖറിൻ്റെ വാദം അതാണ്, നടക്കൂല, ഇതാണ് ഞങ്ങളുടെ തർക്കം. ഇനി ഇവിടെ പറഞ്ഞു ചൈനയിൽ എന്ത് സംഭവിച്ചു, റഷ്യയിൽ എന്ത് സംഭവിച്ചു. ചുമ്മാ അങ്ങനെ പറയരുത്. ഫാസിസം എന്നൊക്കെ പറഞ്ഞാൽ ജനകോടികൾ യുദ്ധത്തിലൂടെ തോപ്പിച്ച സാധന ഫാസിസം. ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തു. മുസോളിനിക്ക് എന്ത് സംഭവിച്ചു? അവർക്ക് ചരിത്രത്തിൽ വാണോ? പിന്നെ നരേന്ദ്രമോദി വാഴാൻ പോവാണോ? ട്രംപ് വാഴാൻ പോവാണോ? നിങ്ങളങ്ങ് തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. ഫാസിസത്തിനൊക്കെ അന്ത്യമുണ്ട്. അതാണ് ലോക ചരിത്രം. ഇപ്പോൾ ചൈന എന്ന് പറഞ്ഞപ്പോൾ എന്തോ ഒരു കാര്യം പറഞ്ഞു. ഈ റഷ്യ എന്നല്ലേ എണ്ണ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്? 10 രൂപ വില കൊടുത്തല്ലേ എണ്ണ വാങ്ങിക്കുന്നത്? ഇന്ത്യൻ രൂപ കൊടുത്ത് എണ്ണ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയല്ലേ? നമ്മുടെ ട്രംപ് പറഞ്ഞല്ലോ, അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞല്ലോ, എണ്ണ വാങ്ങിക്കരുത് കേട്ടോ, ബ്രിക്സ് രാജ്യങ്ങളെ ചുട്ടിടുവേൻ. ചുട്ടോ? നരേന്ദ്രമോദിക്ക് എന്താ നിർത്താത്തത്, എണ്ണ വാങ്ങൽ നിർത്താത്തത്? റഷ്യ, ചൈന, ഇന്ത്യ ബ്രിക്സിനകത്തുണ്ടത്. ബ്രിക്സിൻ്റെ ഫുൾ ഫോം എന്താണെന്നറിയോ? ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക. അതിനെതിരാണ് ഇപ്പോൾ അമേരിക്ക. ആ രാഷ്ട്രീയം കൂടെ മനസ്സിലാക്കണം. കുറഞ്ഞ വിലയ്ക്ക് അവിടുന്ന് എണ്ണ എടുത്തുകൊണ്ട് വന്നിട്ട് അംബാനി അദാനി അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്ത്യക്കാരന് ഗുണമൊന്നും കിട്ടത്തില്ല. അതിന് കൂട്ടു നിൽക്കുകയാണ് നരേന്ദ്രമോദി. പിന്നെ ചൈനയോടുള്ള വിരോധം കൊണ്ടാണല്ലോ PM കെയർ ട്രസ്റ്റിൽ നിന്ന് ഇങ്ങനെ ഒഴുകുന്നത്, ചൈനയിൽ നിന്ന് പണം ഇങ്ങോട്ട് ഒഴുകുന്നത്. അതിന് കണക്ക് പോലും പുറത്തു വിടുന്നില്ല. അപ്പോൾ നമ്മൾ ചൈനയുടെയും റഷ്യയുടെയും കഥയൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ നിങ്ങളോട് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ ചർച്ചാ വിഷയമാകേണ്ട യഥാർത്ഥ ചർച്ചാ വിഷയം മാറ്റുന്നതിന് പകരം നിങ്ങൾ കേരളത്തിലേക്ക് വന്നു. കേരളത്തിലേക്ക് വന്നാൽ ആർക്കാ തർക്കം? നാളെ വോട്ടർ പട്ടിക പേര് ചേർക്കാം. നിങ്ങൾ എന്ത് ഹാജരാക്കണം? നിങ്ങൾ റേഷൻ കാർഡ് ഹാജരാക്കണം. കേരളത്തിൽ വോട്ടർ പട്ടിക പേര് ചേർക്കുന്നതിന് ഏതെല്ലാം രേഖ വേണോ അത്രയും രേഖ ബീഹാർ സമ്മതിക്കുമോ? ചോദ്യം. 2, ബീഹാറിൽ വോട്ട് നഷ്ടപ്പെടും. അതാണ് പ്രശ്നം. എന്താ നഷ്ടപ്പെടുന്നത്? ബീഹാറിൽ ഞാനൊരു ഫോറം രേഖകൾ സഹിതം സമർപ്പിച്ചെങ്കിൽ മാത്രമേ എൻ്റെ വോട്ടർ പട്ടികയിൽ തുടരൂ. ഇതാണ് ബീഹാറിലെ പ്രശ്നം. കേരളത്തിൽ അങ്ങോട്ട് പ്രശ്നമില്ല. കേരളത്തിലെ വോട്ടർ പട്ടികയിൽ എങ്ങനെ പേര് കുറയുന്നു? അടുത്ത ചോദ്യം. പേര് കുറയുന്നുണ്ട്. എന്താ കുറയാൻ കാരണം? ജനസംഖ്യ കുറയുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിൽ പ്രതിവർഷം 5.25 ലക്ഷം ജനനമുണ്ടായിരുന്നു 10 കൊല്ലം മുമ്പ്. ഇപ്പോൾ പ്രതിവർഷ ജനനം എത്രയാണ്? 3.5 ലക്ഷത്തിൽ താഴെയായി ജനനം. അതിനർത്ഥം എന്നാ വെച്ചാൽ ഓരോ കൊല്ലവും 1 ലക്ഷം പേരുടെ കുറവ് ജനനത്തിൽ കേരളത്തിലുണ്ടാകുന്നു. ആ കുട്ടികൾ തന്നെ 18 വയസ്സായി കഴിഞ്ഞാൽ, +2 കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? കേരളത്തിന് പുറത്ത് പോവാണ്. വോട്ടർ പട്ടിക ചെയ്ത് ചേർക്കണമെങ്കിൽ ആ പ്രോസസ്സിങ് വേണം. പ്രോസസ്സിങ്ങിന് കുട്ടികളുണ്ടാവില്ല ആ സമയത്ത്. ഇപ്പോൾ ഒരു പ്രോസസ്സിങ് ആരംഭിച്ചിട്ടുണ്ട്, കുട്ടികൾക്കെല്ലാം ചേരാം. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറയുകയാണ് അവർ ഓൺലൈനിൽ ചേർന്നാൽ മതി. എന്നിട്ട് അവർ വേണമെങ്കിൽ വീഡിയോ കോൾ വന്നാൽ മതി. നിങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനത്തിലാണോ? വീഡിയോ കോൾ വന്നു. ബീഹാർ വോട്ടർ പട്ടികയിൽ വീഡിയോ കോൾ സമ്മതിക്കുമോ? ഒറ്റ ഉത്തരം പറഞ്ഞാൽ മതി. കേരളത്തിൽ താമസിക്കുന്ന ഒരു ബീഹാറിലെ ഒരു തൊഴിലാളിക്ക് വോട്ടർ പട്ടിക പേര് ചേർക്കാൻ ബീഹാറിൽ വീഡിയോ കോൾ സമ്മതിക്കുമോ? കേരളത്തിൽ ഇലക്ഷൻ കമ്മീഷൻ സമ്മതിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ വോട്ടർ പട്ടികയിൽ പരമാവധി ആളെ ചേർക്കലാണ്. ഉത്തരേന്ത്യയിൽ അല്ലെങ്കിൽ ബീഹാറിലെ വോട്ടർ പട്ടികയിൽ എക്സ്ക്ലൂഷനാണ്, പുറത്താക്കലാണ്. ഈ പുറത്താക്കൽ എന്ന് പറയുന്നത് നിങ്ങൾ യഥാർത്ഥത്തിൽ ബോധപൂർവം നടത്തുന്ന പ്രവർത്തനമാണ്. അതുകൊണ്ടാണ് പറയുന്നത് ജഗദീപ് ധൻഖർ ഒരു പ്രതീകമാണ്. അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങളോട് ചിലപ്പോൾ BJPക്ക് നടത്തി കൊടുക്കാൻ പറ്റി കാണുകയില്ല. വേണ്ടാത്ത പണികളെല്ലാം അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിച്ചു, കൂടുതൽ ഡിമാൻഡ് ചെയ്ത് കാണും. അത്രയും വില കൊടുക്കണ്ടില്ല എന്ന് RSS തീരുമാനിച്ച് കാണും. അത് RSSൻ്റെ ആഭ്യന്തര കാര്യം. ഞങ്ങൾ ഉന്നയിക്കുന്ന യഥാർത്ഥ പ്രശ്നം ഇന്ത്യൻ പാർലമെൻറ്റ്, ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ഇന്ത്യ രാജ്യത്തിൻ്റെ നീതിന്യായ സംവിധാനം, ഇന്ത്യ രാജ്യത്തിൻ്റെ മിലിട്ടറി, എല്ലാ മേഖലകളിലും ഇന്ത്യ ഗവൺമെൻറ് എടുക്കുന്ന തെറ്റാണ്. ഉദാഹരണമായിട്ട് ചോദിക്കുന്നു. ഒന്നാമത്തെ ചോദ്യം, ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് പാർലമെൻറ്റിൽ ചർച്ചയുണ്ടോ? ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ പാർലമെൻറ്റ് അംഗങ്ങളെ ലോകം മുഴുവൻ വിട്ടു. പാർലമെൻറ്റ് അംഗങ്ങൾ ലോകം മുഴുവൻ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് പറയാൻ വിട്ടിരിക്കുകയാണ്.
ആ പാർലമെൻറ്റ് അംഗങ്ങളെ ഇന്ത്യൻ പാർലമെൻറ്റിൽ ആ കാര്യം പറയാൻ സമ്മതിക്കില്ല. പിന്നെ തലതിരിഞ്ഞ നയമല്ലേ മോദി നടപ്പാക്കണത്? എന്താ പ്രധാനമന്ത്രിക്ക് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഓപ്പറേഷൻ സിന്ദൂറിനെ ചർച്ച ചെയ്താലുള്ള പ്രശ്നം? അത് ഞാൻ ഉത്തരം പറയാം. ഉത്തരം ഒറ്റക്കാരിയേ ഉള്ളൂ. അങ്ങ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട പട്ടാള ഉദ്യോഗസ്ഥൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സിംഗപ്പൂരിൽ വെച്ചൊരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട് ഇന്ത്യയുടെ നഷ്ടങ്ങളെക്കുറിച്ച്. അദ്ദേഹം പറഞ്ഞു, നഷ്ടങ്ങളെക്കുറിച്ചല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്, ആത്യന്തികമായ ഫലത്തെക്കുറിച്ചാണ്. ആത്യന്തികമായി പാകിസ്ഥാനെ തോൽപ്പിച്ചു, അതിനിടയ്ക്ക് കുറേ നഷ്ടമൊക്കെ ഉണ്ടായി. റഫേലിൻ്റെ കാര്യത്തിൽ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, റഫേൽ പോയെന്ന് പറഞ്ഞില്ല. പാർലമെൻറ്റിൽ ചർച്ച ചെയ്യുമോ? പാർലമെൻറ്റിൽ ചർച്ച ചെയ്യാതെ ഒളിച്ചോടിക്കൊണ്ടിരിക്കുകയാണ്. നരേന്ദ്രമോദി എവിടെ പോയിരിക്കുകയെന്നറിയോ? അംബാനി അദാനിയും കൂട്ടി ഗാനയ്ക്ക് പോയിരിക്കുകയാണ്. ഗാനയിൽ എന്തിനാണ് പോയിരിക്കുന്നത്? അവിടെ ഖനികൾ ഉണ്ടാക്കാൻ പോയിരിക്കുകയാണ്. ആർക്കാണ് ഖനി? നമ്മുടെ ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനത്തിനല്ല. അവർ ഖനി ഉണ്ടാക്കുന്നത് ഇന്ത്യൻ കോർപ്പറേറ്റ് മുതലാളിക്കാണ്. അമേരിക്കയിൽ നിന്ന് ചങ്ങലക്കിട്ട് ഇന്ത്യയിലെ മനുഷ്യനെ അവിടുന്ന് ഇങ്ങോട്ടേക്ക് അമേരിക്കയുടെ വിമാനത്തിൽ ഇങ്ങോട്ട് കടത്തുന്നു, കയ്യിലും കാലിലും ചങ്ങലയിട്ട്. ഇവിടുന്ന് മൂലധന ശക്തികളെ നരേന്ദ്രമോദി തോളത്ത് കൈയിട്ട് വിമാനത്തെ കയറ്റി നമ്മുടെ കാശിന് ഗാനെ കൊണ്ടിറക്കി അവിടെ ബിസിനസ്സുകാരാക്കുന്നു. ഇതാണ് ചെങ്ങാത്ത മുതലാളിത്തം. ഇതിനാണ് നവഫാസിസം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനൊക്കെ മൂടുപടങ്ങളും മറയുമാണ് ഉപരാഷ്ട്രപതിയും ഈ ജഗദീപ് ധൻഖറും ഒക്കെ. ഇത്തരം തർക്കങ്ങൾ കൊണ്ട് യഥാർത്ഥത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രധാനമായും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ നിങ്ങൾ തുറന്നു കാട്ടപ്പെടുന്നുണ്ടെന്ന് RSS മനസ്സിലാക്കണം, BJP മനസ്സിലാക്കണം. ഇതാണ് ഞങ്ങളുടെ വാദം.